ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം താറുമാറായിരിക്കെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശക്തമായ മറുപടി നൽകുന്നതിന് സജ്ജമാക്കിയ ആയുധശേഖരത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇറാൻ. ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിനാശകാരികളായ സൂയിസൈഡ് നേവൽ ഡ്രോണുകളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിനായി നൂറുകണക്കിന് ഡ്രോൺ ബോട്ടുകളാണ് ഇറാൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട്. 24 മണിക്കൂറിനിടെ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണശാലകളും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിക്ക് വ്യോമാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റതായും അംഗവൈകല്യം സംഭവിച്ചതായും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരുന്നു. എന്നാൽ തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണവും ഉണ്ടായി. ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച കപ്പലിൽ നിന്ന് ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. യുദ്ധം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ ഹോർമുസ് കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലുമായി ഏകദേശം 16ഓളം എണ്ണക്കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ കപ്പലുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തത് മേഖലയിലെ സമുദ്ര സുരക്ഷയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി പുറത്തുകടക്കാൻ ഇറാനുമായി ഇന്ത്യ ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി നടത്തിയ സംഭാഷണത്തിൽ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചിരുന്നു. യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ക്രിയാത്മകമായ നിലപാടിനെ ഇറാൻ പ്രശംസിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിത പാത അനുവദിക്കണമെന്ന ആവശ്യം ഇറാൻ പരിഗണിക്കുകയും ചെയ്തു. നിലവിൽ എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ 28 ഇന്ത്യൻ കപ്പലുകൾ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി അനുഗമിക്കാൻ ഇന്ത്യൻ നാവികസേന പൂർണ്ണ സജ്ജമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ ഓയിൽ ടാങ്കറായ ജഗാ പ്രകാശ് ഇതിനോടകം തന്നെ ഹോർമുസ് കടലിടുക്ക് പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതേസമയം കപ്പലുകൾ കടത്തിവിടില്ല എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. മേഖലയിലെ ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നയതന്ത്ര സൈനിക തലങ്ങളിൽ ശക്തമായ നീക്കങ്ങളാണ് നടന്നുവരുന്നത്. അതിനിടെ പുതിയ അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ഇറാൻ കീഴടങ്ങാൻ ഒരുങ്ങുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ച നടന്ന G7 നേതാക്കളുടെ വെർച്വൽ യോഗത്തിലായിരുന്നു ട്രംപിന്റെ അവകാശവാദം. യുദ്ധത്തിന്റെ പോക്കിൽ ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് വാചാലനായ ട്രംപ് എല്ലാവർക്കും ഭീഷണിയായിരുന്ന ഒരു ക്യാൻസറിനെ താൻ ഇല്ലാതാക്കിയെന്ന് സഖ്യകക്ഷികളോട് പറഞ്ഞു. അതേസമയം ഇറാന്റെ നേതൃത്വ നിരയിലെ അനിശ്ചിതത്വം അദ്ദേഹം സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു കീഴടങ്ങൽ പ്രഖ്യാപിക്കാൻ കെൽപ്പുള്ള ഒരു ഭരണാധികാരി പോലും നിലവിൽ ടെഹ്റാനിൽ അവശേഷിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ ചർച്ച നടന്ന 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി തന്റെ ആദ്യ പൊതുസന്ദേശം പുറത്തിറക്കി. പോരാട്ടം തുടരുമെന്നും ഇറാന്റെ രക്തസാക്ഷികൾക്കായി പ്രതികാരം ചെയ്യുമെന്നും പറഞ്ഞു. സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ സംഘർഷത്തിൽ പുതിയ മുന്നണികൾ തുറക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഖമനേയി ആഗോള ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി ആവർത്തിക്കുകയും ചെയ്തു. യുദ്ധം 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സമുദ്രപാതകളിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ആധിപത്യം നേടാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത് അസംസ്കൃത എണ്ണവില ബാരലിന് $100 മുകളിൽ ഉയരാനും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭീതിക്കും കാരണമായിട്ടുണ്ട്. യുദ്ധം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതങ്ങളിൽ G7 രാജ്യങ്ങൾ കടുത്ത ആശങ്ക പങ്കുവച്ചു. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പല നേതാക്കളും ട്രംപിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവിടുത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുകയാണെന്നും വാണിജ്യ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കണമെന്നും ട്രംപ് നിർദ്ദേശിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ സമയപരിധിയെക്കുറിച്ചോ ട്രംപ് വ്യക്തമായ മറുപടി നൽകിയില്ല. അതേസമയം ചർച്ചകളെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസും തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.